RSS ADGP കൂടിക്കാഴ്ചയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് DYFI സംസ്ഥാന സെക്രട്ടറി. RSSുമായി ആര് കൂടിക്കാഴ്ച നടത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് VK സനോജ് പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന് മാത്രമല്ല ആരും തന്നെ RSS അങ്ങേറ്റം വെറുക്കപ്പെട്ട സംഘടനയാണ്. RSS രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയ സംഘടനയാണ്. RSS രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന സംഘടനയാണ്. അപ്പോൾ RSSുമായി ആര് കൂട്ടിയിരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിലപാട്. ഇപ്പോൾ RSSുമായി ഒരു കൂടിക്കാഴ്ച നടന്നു. സ്വാഭാവികമായിട്ടും അതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. RSSുമായി ചർച്ച നടത്തുന്നതിനോടോ RSSുമായി കൂട്ടിയിരുന്നതിനോടോ ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, നേരത്തെ തന്നെ CPIയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. അവരതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. സർക്കാരിന്റെ തലത്തിൽ പല അന്വേഷണങ്ങൾ ഇപ്പോൾ ADGPക്കെതിരെ നടക്കുന്നുണ്ട്. DYFIയും ADGPക്കെതിരെ ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്തെത്തുമ്പോൾ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത് അധികകാലം തുടരില്ല ADGP ആ സ്ഥാനത്ത് എന്നതാണ്. അതിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അനുജ, ADGP MR അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യം നേരത്തെയും CPI ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് CPIയുടെ അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം മാത്രമെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് കുറച്ചുകൂടി നിലപാട് അല്ലെങ്കിൽ സ്വരം കടുപ്പിച്ചുകൊണ്ട് ബിനോയ് വിശ്വം രംഗത്ത് വന്നിരിക്കുന്നത്. LDF സർക്കാരിന്റെ ഭാഗമായ ഒരു DGP, അതും RSS ബന്ധമുള്ള ഒരു ADGP തലസ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നതായിരുന്നു ബിനോയ് വിശ്വം ഇന്ന് പ്രതികരിച്ചത്. ADGPയെ മാറ്റണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നുവെന്നും ബിനോയ് വിശ്വം ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് CPIയുടെ നിലപാട് വ്യക്തമാണ്. പക്ഷേ അത് CPIയുടെ മാത്രം അല്ലെങ്കിൽ അത് വ്യക്തിപരമായ നിലപാടെന്ന ഒരു വിശദീകരണം മാത്രമാണ് ഇക്കാര്യത്തിൽ CPM ഉന്നയിക്കുന്നത്. അപ്പോഴും CPMന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ DYFIയുടെ ഭാഗത്ത് നിന്നും CPIയുടേതിന് സമാനമായ നിലപാടുകൾ വരുന്നു. ഇന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ ഭാഗമാകുന്നതിൽ യോജിപ്പില്ല എന്നതാണ് VK സനോജിന്റെ ഇന്നത്തെ പ്രതികരണം. ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തുന്ന RSS നേതാവുമായി ADGP MR അജിത് കുമാർ ചർച്ച നടത്തുന്ന ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ലെന്നും VK സനോജ് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി മുന്നണിക്കുള്ളിൽ തന്നെ നിലവിലുണ്ട്. പക്ഷേ അതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഒരു അന്വേഷണം പൂർത്തിയായ ശേഷം മതി ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടി എന്നതാണ് നിലവിൽ CPMന്റെയും മുഖ്യമന്ത്രിയുടെയും തീരുമാനം. പക്ഷേ അപ്പോഴും CPI കടുത്ത അതൃപ്തിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ദേശീയ നിർവാഹക സമിതി യോഗത്തിലടക്കം ഇക്കാര്യം ചർച്ച ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും ഇതിലിപ്പോൾ പ്രതീക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടതിൽ പോലീസ് അന്വേഷണം കൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യമുണ്ടല്ലോ. അതൊരു രാഷ്ട്രീയ വിഷയമാണത്. RJD ഉൾപ്പെടെ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം വന്ന പ്രതികരണത്തിൽ പറഞ്ഞതാണ്. കൂടാതെ CPIയും ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ആ തരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണോ? പ്രതീഷ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. അതിനും ഒക്കെ ആ സമയത്തൊക്കെ മറുപടി പറയേണ്ടി വരും പല കാര്യങ്ങളിലും സർക്കാരിന്. ഇതിങ്ങനെ തന്നെ പോകട്ടെ എന്നതാണോ സർക്കാരിൻ്റെ നിലപാട്? അനുജ, തീർച്ചയായും. കാരണം ഈ RSS ADGP കൂടിക്കാഴ്ചയിൽ നിലവിലെ പോലീസ് അന്വേഷണം കൊണ്ട് കാര്യമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം നിലവിൽ FIR രജിസ്റ്റർ ചെയ്യാതെ കൃത്യമായൊരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ DGPക്കും കഴിയില്ല. നിലവിൽ ഈ കൂടിക്കാഴ്ചയിൽ ADGPയിൽ നിന്ന് കഴിഞ്ഞ ദിവസം DGP മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ കൂടിക്കാഴ്ച നടത്തിയവരിൽ നിന്ന് മൊഴിയെടുക്കാൻ DGPക്ക് അല്ലെങ്കിൽ പോലീസിന് സാധിക്കില്ല. കാരണം FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയില്ല. മാത്രമല്ല നിയമവിദഗ്ധർ പറയുന്നത് ഈ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമായി കാണാൻ കഴിയില്ല എന്നതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ മൊഴിയെടുപ്പിലും പ്രധാനമായും DGP പരിശോധിച്ചത് ഇത് ഏതെങ്കിലും തരത്തിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. പക്ഷേ അക്കാര്യത്തിൽ ADGP MR അജിത് കുമാറിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും അക്കാര്യത്തിലും ഉണ്ടാവുക. പക്ഷേ ഇതിൽ പ്രധാനമായും രാഷ്ട്രീയ വിഷയമായാണ് CPI ഇക്കാര്യം ഉയർത്തുന്നത്. എപ്പോഴും RSSനെ വിമർശിച്ച് അല്ലെങ്കിൽ
അല്ലെങ്കിൽ RSSനെതിരെ നിലപാടെടുത്തിട്ടുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഭാഗമായ ഒരു സർക്കാരിൽ പ്രവർത്തിക്കുന്ന ADGP RSS നേതാക്കളെ ഒന്നല്ല 2 തവണ കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിൽ ഈ കൂടിക്കാഴ്ച വ്യക്തിപരമാണോ ഔദ്യോഗികമാണോ എന്നുള്ളൊരു വിശദീകരണം പോലും നിലവിൽ ഈ ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ ആ സ്ഥാനത്ത് ADGP തുടരുന്നതിന്റെ ധാർമ്മികത ഉൾപ്പെടെയാണ് CPI ചോദ്യം ചെയ്യുന്നത്. ഒപ്പം നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെ അതെ, ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളത് CPIയുടെ ഉറച്ച തീരുമാനമാണ്, നിലപാടാണ് എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് MP ഗോവിന്ദന് മറുപടിയുമായാണ് ഇന്ന് ബിനോയ് വിശ്വം രംഗത്തെത്തിയത്. DYFIയും ഈ വിഷയത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല RSSുമായി നടത്തിയ കൂടിക്കാഴ്ച എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു.